എല്ലാവരുടെയും വലിയ ആഗ്രഹമാണ് കൂടുതൽ പണം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ. അപ്പോൾ നമുക്കറിയാൻ പറ്റും, ഇന്ന് സൊസൈറ്റിയിൽ പണമുള്ളവർക്കാണ് സൊസൈറ്റി പോലും കൂടുതൽ വാല്യൂ കൊടുക്കുന്നത്. ഗുഡ് മണിയിലൂടെ പണം ഉണ്ടാക്കാൻ പ്രധാനമായിട്ടും 4 വഴികളാണുള്ളത്. അതിലെ ഒന്നാമത്തെ വഴി സമയം കൊടുത്തുകൊണ്ട്, ടൈം കൊടുത്തുകൊണ്ട് നമുക്ക് പണം ഉണ്ടാക്കാം. സമയം കൊടുത്ത് പണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എവിടെയെങ്കിലും ഒരു കമ്പനിയിലോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലോ ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിലോ ഒക്കെ നമുക്ക് വർക്ക് ചെയ്താൽ നമുക്ക് പണം ഉണ്ടാക്കാൻ പറ്റും. ശരിക്കും നമ്മൾ അവിടെ കൊടുക്കുന്നത് നമ്മളുടെ സമയമാണ്. പക്ഷെ സമയം കൊടുത്തുകൊണ്ട് പണം ഉണ്ടാക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്കൊരു ലിമിറ്റിൽ ഉപരിയായിട്ട് നമുക്ക് പണം ഏൺ ചെയ്യാൻ പറ്റില്ല. രണ്ടാമത് പണം ഉണ്ടാക്കാനുള്ള വഴി, നമുക്ക് സ്കില്ല് കൊടുത്തുകൊണ്ട് നമുക്ക് പണം ഉണ്ടാക്കാം. പക്ഷെ സ്കില്ല് കൊടുത്തുകൊണ്ട് പണം ഉണ്ടാക്കുമ്പോൾ നമ്മളുടെ സ്കിൽ എപ്പോഴും ഒരു ഹൈ ഇൻകം സ്കില്ലായിരിക്കണം. ഒരു കമ്പനിയുടെ ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റോ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിനെയൊക്കെ ഇഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാനും ലീഡ് ചെയ്യാനുള്ള സ്കില്ല് നിങ്ങളെ കൂടെ ഉണ്ടെങ്കിൽ, ഇതിനെയാണ് നമ്മൾ ഹൈ ഇൻകം സ്കിൽ എന്ന് പറയുന്നത്. നിങ്ങളൊരു ആർക്കിടെക്റ്റ് ആണോ, അല്ലെങ്കിൽ നിങ്ങളൊരു ഡോക്ടറാണോ, അല്ലെങ്കിൽ നിങ്ങളൊരു എഞ്ചിനീയർ ആണോ, നിങ്ങളൊരു ലോയർ ആണോ, നിങ്ങളൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്രൊഫഷനാണോ, ഏത് മേഖലയാണെങ്കിലും നിങ്ങളിരിക്കുന്ന മേഖലയിൽ നിങ്ങളുടെ സ്കില്ലിനെ നിങ്ങൾക്കൊരു ഹൈ ഇൻകത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റിയെങ്കിൽ മാത്രമേ നിങ്ങളുടെ കയ്യിൽ നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അവിടെ കൂടുതൽ പണം ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. മൂന്നാമത് പണം ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മേഖല, നിങ്ങളുടെ കയ്യിൽ ഒരു പ്രോഡക്റ്റോ സർവീസോ ഉണ്ടായിരിക്കണം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഒരു ഹൈലി പ്രോഫിറ്റബിൾ ബിസിനസ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റിയാൽ അതിലൂടെ നിങ്ങൾക്ക് നല്ല പണം ഉണ്ടാക്കാൻ പറ്റും. എന്നാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കുന്നവർ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സാണ്. പണം കൊടുത്തുകൊണ്ട് പണം ഉണ്ടാക്കുന്നു. പണം കൊടുത്തുകൊണ്ട് പണം ഉണ്ടാക്കുന്നവരാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇൻവെസ്റ്റേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻ്റലിജൻ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കണം. സമയം കൊടുത്തും പണം ഉണ്ടാക്കാം, സ്കില്ല് കൊടുത്തുകൊണ്ടും പണം ഉണ്ടാക്കാം, നിങ്ങളുടെ കയ്യിലുള്ള പ്രൊഡക്റ്റോ സർവീസോ കൊടുത്തുകൊണ്ട് പണം ഉണ്ടാക്കാം, നിങ്ങളുടെ കയ്യിലുള്ള പണം കൊടുത്തുകൊണ്ടും പണം ഉണ്ടാക്കാം. ഈ വഴികളിലൂടെയൊക്കെ നിങ്ങൾക്ക് ഗുഡ് മണി ഏൺ ചെയ്യാൻ പറ്റും.